ഗുഡ് മോർണിംഗ് ഗൈസ്. ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളായിട്ടൊക്കെ കണ്ടിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഓട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെയല്ല വീട്ടിൽ തിരക്കിട്ട പണികൾ ചേട്ടൻ വന്ന കാരണം അതിന്റെ പിന്നാലെ കുറെ നേരം നടക്കല്, നേരമല്ല കുറെ ദിവസങ്ങളും മാസങ്ങളോളം അവന്റെ പിന്നാലെ നടക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കോമഡിയാണോ ഉദ്ദേശിച്ചത്? മുത്തേ കോമഡ അമ്മ കോമഡി. ചിരിച്ചില്ലേ? ചിരിച്ചു. അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ അവരൊപ്പം ആയതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ അതിനൊന്നും പറ്റിയില്ല. പിന്നെ ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ പിന്നാലെ കിടന്ന് നടക്കായിരുന്നു. വണ്ടി ഓടിയിട്ട് എനിക്ക് തോന്നുന്നു 10 ദിവസമായി മണ്ണത്തിൽ കൊണ്ടിട്ടുണ്ട്. അതിനും പുറമെ 10 ദിവസമായപ്പോൾ വഴിയിലിട്ടിട്ട് പോകുന്നു. ഇതിൻ്റെ വക ഫൈനും വന്നു. പോലീസിൻ്റെ ഇതുണ്ടായിരുന്നു. പാർക്കിംഗ് സ്ഥലത്ത് അല്ലാണ്ട് പാർക്ക് ചെയ്തിട്ട് പോകുന്നു. വഴിയിൽ പാർക്ക് ചെയ്യാൻ പാടില്ല, അതിന് ഫൈൻ അടയ്ക്കാൻ. അത് എത്രയാണെന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ ഫൈൻ അടയ്ക്കാനായിട്ട് പോകണം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ ഇപ്പോൾ ഇന്നാണ് ഒരു ഓട്ടം കിട്ടിയത്. അത് മധുര സൈഡിലേക്കാണ്. അപ്പോൾ ഓട്ടം കിട്ടിയപ്പം അതിൻ്റെ ആവശ്യത്തിനായിട്ട് ഡ്രൈവർ എടുത്ത് കാര്യത്തിനും പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ അതാണ് പരിപാടി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസമായിട്ട് ഓട്ടം ഇല്ലാണ്ടല്ല കേട്ടോ. ഈ 10 ദിവസം എനിക്ക് തോന്നുന്നു 20 ഓട്ടം വെച്ച് വന്നിട്ടുണ്ടാവും. 10 ഓട്ടമല്ല, 10 ഓട്ടം ഓരോ ദിവസവും വിളിക്കുന്നുണ്ട്. ആൾക്കാർ വിളിച്ച് അവിടേക്ക് പോകാം ഇവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വാടക വെച്ച് കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു ഓടാണ്ടിരിക്കാൻ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 10 ദിവസം ഒതുക്കിയിട്ടു. പിന്നെ വന്നിട്ടുള്ള വാടക വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് കയ്യിൽ നിന്ന് കാശ് പോകാത്ത ഓട്ടമായതുകൊണ്ട്, ബാക്കി മുഴുവൻ വാടക കുറവാന്നല്ല, കയ്യിൽ നിന്ന് പൈസ പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇന്ന് വന്നിട്ടുള്ളത് കാശ് പോകില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓട്ടം ഇടും. അപ്പോൾ ഡ്രൈവർ അവിടെ വണ്ടി കൊണ്ട് പോയിട്ടുണ്ട്. രാവിലെ തന്നെ ലോഡ് കയറ്റാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും വരാം, കയറ്റി പകുതി ആകുമ്പോഴേക്കും ഞാൻ വരാം, ജസ്റ്റ് വന്നിട്ട് പൈസയും കാര്യങ്ങളൊക്കെ തരാനുള്ളതും ഒക്കെ തന്ന് പോവാം. പിന്നെ കുറേ ദിവസമായി വണ്ടിയുടെ അടുത്ത് പോയിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ അടുത്തേക്കും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരെ കൊണ്ട് പോകുന്നില്ല കേട്ടോ. ഇവർ ഒരാൾ എൻ്റെ എവിടെ ഇരുന്ന് ചോറും ഇത് എന്നിട്ടാ മോര്, പിന്നെ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ഇന്ന് മുടക്ക് ദിവസം. മുത്തിന് ഇന്ന് എന്താണ് സംഭവം? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മുത്തിന് ക്ലാസ് ഇല്ല. അപ്പോൾ ഞാൻ വണ്ടി വെയിലത്തിട്ടുണ്ടായിരുന്നേ. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പുഴുകും ഒറ്റയടിക്ക്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് പാലിയക്കരയ്ക്ക് പോകാം കേട്ടോ. മരത്താക്കാര സിഗ്നലിൽ അവിടെ നല്ല ബ്ലോക്കാണ് കേട്ടോ. പിന്നെ വരുന്ന വഴിക്കൊക്കെ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയി തന്നെ തൃശ്ശൂരാണെങ്കിലും ടൗണിൻ്റെ ഉള്ളിലായാലും എല്ലായിടത്തും ഒരുവിധം തിരക്കില്ലാത്ത തിരക്കുണ്ടായിരുന്നു. പാലിക്കരയ്ക്ക് തൊണ്ടയ്ക്ക് എന്തോ ചെറിയ പ്രശ്നം കിച്ച് വന്നതെന്ന് തോന്നുന്നു. പിന്നെ കണ്ടോ മൊത്തത്തിൽ ബ്ലോക്ക് ഉണ്ട്. ആ സൈഡിലാണെങ്കിലും ഫുള്ള് ബ്ലോക്കാണ്. കുറേ വണ്ടികൾ ഓട്ടമില്ലാണ്ട് ഞാനിപ്പോൾ വരുന്ന വഴിക്ക് അതൊക്കെ നോക്കുമായിരുന്നു. കിടക്കണ്ട കേട്ടോ. നമ്മുടെ വണ്ടിക്ക് മാത്രമൊന്നുമല്ല ഓട്ടമില്ലാത്ത. പിന്നെ ഞാൻ കുറേ ചേട്ടന്മാരോടൊക്കെ ചോദിച്ചു, നിങ്ങളും ഇങ്ങനെ തന്നെയാണോ ഓടണേ? അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളായിട്ട് വർത്താനം പറഞ്ഞപ്പോൾ ആൾ പറയുക 16 വീൽ വണ്ടി ആളുടെ പുത്തൻ ലൈലൻഡ് ആകെ നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. CC 3 മാസമായിട്ട് അടയ്ക്കാൻ പറ്റിയിട്ടില്ല. പുതിയ വണ്ടി എടുത്തിട്ട് 3 മാസം CC അടയ്ക്കാൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, സീരോട്ടൊന്നും ഇല്ലാണ്ടാണോ ചേട്ടാ പുത്തൻ വണ്ടി എടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അത് അടഞ്ഞു പോകുന്ന വെച്ചിട്ടൊക്കെ എടുത്തത്. അപ്പോൾ 3 മാസമായി മുടങ്ങണു. ഇനി ഒരു 3 മാസം കൂടി മുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഫിനാൻസുകാർ കൊണ്ടുപോകുന്നത്. കാരണം ആൾ പറയാം ഓരോ ഓട്ടം ദണ്ഡിക്കലിലേക്ക് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് തിരിച്ച് ഓരോട്ടം ഇങ്ങോട്ട് കിട്ടിയത്. എന്നിട്ട് അത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ചയായിട്ട് ഹോട്ടലിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആഴ്ചയിൽ ഓരോ ഓട്ടൊക്കെയാണ് ഈ നിസാര കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് കിടക്കണേ. 16 വീല് വണ്ടി. അപ്പോൾ അങ്ങനെയുള്ള പുത്തൻ വണ്ടിയൊക്കെ എടുത്തു കഴിയുമ്പോൾ വല്ല ലോങ്ങോ കാര്യങ്ങളൊക്കെ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാത്ത കണ്ടീഷനിൽ ശരിക്കും പെടും. ഇതേപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഓട്ടം കുറവാണെങ്കിൽ പുത്തൻ വണ്ടിക്ക് ആയിരുന്നെങ്കിൽ എന്ന് വരിയെന്ന് പോയി എന്നുള്ളത് ചോദിച്ചാൽ മതി. ഇത് വലിയ കുഴപ്പമില്ല. ഈ വണ്ടിക്ക് മിക്കവാറും ചാർജ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റ് സൈഡിൽ പോകണത്. ഇവിടെ ആണെങ്കിൽ 1000 രൂപ 1000-1500 രൂപ ഫൈൻ്റെ മറ്റേ ക്യാമറ ഉണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ട്, അപ്പോൾ വണ്ടിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കമ്പനിയിൽ നിന്നായിരുന്നു കയറ്റിയായിരുന്നു. ഇവിടെ ഇട്ടിട്ടായിരുന്നു കയറ്റിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കയറ്റി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ തൊട്ടപ്പുറത്തെ കമ്പനിയിൽ നിന്നാണ് കയറ്റാനുള്ളത്. അപ്പോൾ എന്തായാലും നേരെ ആ വഴിക്ക് അങ്ങോട്ട് ഫ്രണ്ട് എടുത്തു. ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഒടിഞ്ഞ് കയറി പോകണമെന്നുണ്ട്. അപ്പോൾ റേറ്റ് പറഞ്ഞു കൊടുക്കേണ്ടത് നോക്കി നോക്കട്ടെ. വേറൊരു ചേട്ടനും കൂടി ഉണ്ട്. ഈ ഒരു വഴിക്കാണ് പോകേണ്ടത്. കുഴപ്പമില്ല, ഒടിഞ്ഞ് കയറി പൊക്കോളെന്ന് വിചാരിക്കണം. നമ്മൾ ഇവിടെ 2 കമ്പനി ഉണ്ട്. ഇവിടെ ഒരു കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു കമ്പനി ഉണ്ട്. ഇവിടെ നിന്ന് ഈ കമ്പനിയിൽ നിന്നാണ് കേട്ടോ എനിക്ക് കയറ്റുന്നത്. അപ്പോൾ ഇവിടെ നേരെ ഫ്രണ്ട് പോയിട്ട് ബാക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വയ്ക്കണം. അപ്പോൾ ഈ കമ്പനിയിൽ വണ്ടി ഇട്ട് ഞങ്ങൾ പോയി ചായയൊക്കെ കുടിച്ച് വന്നിട്ട് അപ്പോഴേക്കുണ്ട് ലോഡൊക്കെ അവർ കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കുറച്ച് ഇത് ബാക്ക് അടയ്ക്കണ്ടേ? ബാക്ക് അടച്ചിട്ടില്ല.
ഇവിടെ ടൈറ്റ് ചെയ്ത് കെട്ടാനുള്ളടത്ത് കെട്ടി ഫ്രണ്ടിൽ ആദ്യം ലോഡ് കുറവായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഫുള്ളാക്കി പോകുന്നില്ല. അപ്പോൾ അത് കാരണം ഇവിടെ ഇനി അടുത്ത സ്ഥലത്ത് കയറ്റാനുള്ളത് ഇവിടെ ഗ്യാപ്പുണ്ട്, ഇവിടെ കയറ്റാമെന്ന് വിചാരിച്ചിട്ടാണ്. ലോഡ് കയറ്റിയേക്കാളും മുന്നേ ഇത് അടയ്ക്കാൻ മറന്നുപോയി. ഇന്ന് അടയ്ക്കട്ടെ. അങ്ങനെ നമ്മുടെ ഓടും കാര്യങ്ങളൊക്കെ ഫുള്ള് കയറ്റി കഴിഞ്ഞു കേട്ടോ. ഓടൊക്കെ കയറ്റി കഴിഞ്ഞ് പായൊക്കെ കിട്ടുകയാണ്. അപ്പോൾ ഫുൾ പരിപാടികൾ കഴിഞ്ഞ് നേരെ ഈ വഴിക്കാണ് കേട്ടോ നമ്മൾ ഇറങ്ങി വന്നത്. ഇറങ്ങി വന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി വരലൊക്കെ എന്താ പറയുക, ഒരു രക്ഷയില്ല. വണ്ടിയുടെ വീലൊക്കെ ജാമായിട്ടാണ് ഇറങ്ങി വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും നടന്നില്ല. ഇതിൻ്റെ വണ്ടിയുടെ ഒപ്പം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒപ്പത്തിനൊപ്പം നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഓരോരോ പരിപാടികൾക്കാകുമ്പോൾ വണ്ടി ഇപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പോൾ റേറ്റ് പറഞ്ഞു കൊടുക്കുക, അത് വീഡിയോ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണമാണ് ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കുറഞ്ഞ് നമ്മൾ ഒപ്പം നിൽക്കും. വണ്ടി മാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇതല്ലല്ലോ, ഇത് വണ്ടിയുടെ ഒപ്പം നിൽക്കലാകുമ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തേക്ക് പോകും. ഇപ്പോൾ തന്നെ 3ാമത്തെ കമ്പനിയിലാണ് നമ്മൾ വരുന്നത് ഇത് കയറ്റാനായിട്ട്. ഇതെല്ലാം പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ലോഡ് പോകും. നേരെ വന്നു കേട്ടോ. കയറൊന്ന് ശരിയാക്കി കൊടുക്കട്ടെ എൻ്റെ പിന്നെ. ഇതിപ്പോൾ പായ കിടക്കുന്നുണ്ടോ, ഒരു സൈഡ് ചെറിയ പായ, മറ്റേ സൈഡ് അങ്ങനെ 2 സൈഡിലായിട്ട് ഇത്ര മാത്രം പായയുടെ ആവശ്യം. ബാക്കി ഇവിടെ അങ്ങനെ ഇട്ടേക്കാണ്. ഇനിയിപ്പോൾ കയറ് ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിലേക്ക് ബാക്കി ഇടുക. നമ്മുടെ AC ഒക്കെ കണ്ടില്ലേ, കുറേ കാലങ്ങളായി. ഈശോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. AC വർക്കിങ് കാര്യത്തിനോ ഒന്നും ഒരു പ്രശ്നമില്ല. പിന്നെ അത് ഈ പറഞ്ഞ പോലെ സ്പേസും കാര്യങ്ങളൊക്കെ അത് വെച്ചെന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. ഇഷ്ടം പോലെ പായ ഇടാനും അതേപോലെ കയറിടാനൊക്കെയുള്ള സ്ഥലം മുകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം പല ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, വണ്ടിയുടെ മുകളിൽ എവിടെയാണ് പായയും അതുപോലെ തന്നെ കയറൊക്കെ വെച്ചിട്ടുള്ളതെന്ന്. വണ്ടിയുടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ വക സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമോ കാര്യങ്ങളൊന്നും കാണാത്തതുകൊണ്ടേ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കെട്ടായ മതി. അപ്പോൾ എന്താ പറയുക, അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഒതുങ്ങിയിരിക്കും. നമ്മുടെ ആവശ്യത്തിനുള്ള പായയും കയറൊക്കെ ഇഷ്ടം പോലെ കൊള്ളൂ കേട്ടോ. അത്രയധികം ഗ്യാപ്പുണ്ട് മുകളിൽ വിശാലമായിട്ട്. അപ്പോൾ അത് കാരണം പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ വേറൊരു ചേട്ടക്കടി സഹായിക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ കെട്ടാൻ നിൽക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് 2 പേര് പിന്നെ വലിയ കെട്ടേണ്ട ഇതൊക്കെ ആകുമ്പോൾ നൈസായിട്ടൊന്ന് കോർത്ത് വലിച്ചിട്ടാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഒപ്പം കെട്ടാനും കൂടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും നമ്മൾ ഫ്രീ ആവില്ല. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഓരോരോ പ്രശ്നങ്ങളെന്ന് അറിയില്ലേ. അപ്പോൾ രാവിലെ വന്നതാണ് കയറ്റാനായിട്ട്. ഇപ്പോഴാണ് കയറ്റി തീർന്നത്. അപ്പുറത്ത് വേറൊരു വണ്ടി കയറ്റുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 13,000 കല്ലം കണ്ട. അപ്പോൾ അതിൻ്റെ ആൾക്കാർ വന്നിട്ടാണ്, രണ്ടാമത് കുറച്ച് ആൾക്കാർ വന്നിട്ടാണ് ഇവിടെ കയറ്റിയത്. അതാണ് നേരം വയ്യ. അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെയൊക്കെ ആവേണ്ടതാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമ്മളാണെങ്കിൽ പിന്നെ രണ്ടാമത് ബില്ല് മേടിക്കാൻ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ ലോറിയും കൊണ്ട് തന്നെ നമ്മൾ അകലം വഴിക്കൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറും കൊണ്ട് ഞാൻ വന്ന കാരണം ഇപ്പോൾ ബില്ല് മേടിച്ച് വന്ന് ഞങ്ങൾ പോയിട്ട് മറ്റേ സ്ഥലത്തേക്ക് മറ്റേ കമ്പനിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്ത് എല്ലാം ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റി പെട്ടെന്ന്. ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്ത തന്നെ ഓടി ഇങ്ങോട്ട് പോന്നു രോഗം വിളിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നേരെ മധുരയ്ക്കാണ് കേട്ടോ പോണത്. അപ്പോൾ മധുരയിൽ പോയി നേരെ മധുര കഴിഞ്ഞ് എനിക്കൊന്ന് അരിപ്പക്കോട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലം, അതായത് തൂത്തുക്കുടി എത്തനേക്കാളും മുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവിടെ നിന്ന് വല്ല ചോളോ അതുപോലെ പിണ്ണാക്കോ അല്ലെങ്കിൽ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയറ്റി വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണ്. അപ്പോൾ കുറേ നാളുകളായി ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായിട്ട്. ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടിക്ക് മോട്ടർ ഉണ്ടായിരുന്നില്ല, വണ്ടി കയറ്റിയിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇല്ലാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴാണ് പറയുക, ഓണത്തിൻ്റെ വെക്കേഷനിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ മുത്തിന് സ്കൂളില്ലാത്ത സമയത്ത് വേണം ഇനി അവരവിടെ ആക്കിയിട്ട് എനിക്ക് വണ്ടിയിൽ പോകാൻ. എന്നിട്ട് വേണം നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടെന്ന് പറയില്ലേ. ഇതിപ്പോൾ ഒന്നും കാണുന്നില്ല, അതുപോലെ വീഡിയോയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും അടുത്ത ഒരാഴ്ച കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോകൾ വരുന്നതായിരിക്കും കേട്ടോ. അടിപൊളി വീഡിയോകൾ വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇവിടുന്ന് കയറ്റി ഈ വഴിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഓടിച്ചാണ് നമുക്ക് പോകേണ്ടത് സംഭവം. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോക്ക് കിടക്കില്ല. ഇങ്ങോട്ട് തന്നെ ഓടിച്ച് പോയി അവിടെ ചെന്ന് തിരിച്ചതിന് ശേഷം അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി തിരിച്ച് വന്നിട്ട് വേണം നമുക്ക് രണ്ടാമതും ഇനിയിപ്പോൾ ഇങ്ങ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഇത്ര ലോഡ് വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്, അത് കുഞ്ഞ വഴിക്കിടെയാണ്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ സ്ഥലത്തേക്ക് വരുന്നത് ഈ 12 വീലും 14 വീലും അപ്പുറത്ത് കയറ്റുന്നത് ഈ വഴിക്ക് തന്നെ വന്നിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞിട്ടേ ഒക്കെ വെള്ളമൊക്കെ ഒലിച്ച് പോയിട്ട് വലിയ ചാലിൻ്റെ ഉള്ളിൽ വരേണ്ട ഗതികേട് വരിക. അപ്പോൾ കുത്താണ്. ഞാൻ മുകളിലേക്ക് പോകുമ്പോൾ വഴി കാണിച്ചു തരാം കേട്ടോ, നമ്മൾ ഇറങ്ങി വന്ന വഴിയൊക്കെ. അതാണ് ഭയങ്കര പ്രശ്നം, രക്ഷയില്ല. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് അവിടെ നിന്ന് വണ്ടി കയറ്റാനില്ലേ ശരിക്കുള്ള പാടുപെട്ടു. കാരണം വണ്ടി അവിടെ ഒരു ഡിപ്പ് പോലത്തെ സ്ഥലമായതുകൊണ്ട് ഞാൻ ആ വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. മുകളിലേക്ക് കയറിയിട്ട് വലിയൊരു ഡിപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ വണ്ടി കയറി വരാൻ ഭയങ്കര, ഇറങ്ങി പോകുമ്പോൾ തന്നെ അത്ര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ കയറി വരുന്ന കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഡിപ്പിൽ വരുമ്പോൾ ബാക്ക് വീല് മുൻകുത്തി നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം ശരിക്കും പെട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ടു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം എടുത്തു അവിടെ നിന്ന് കയറി പോരാൻ വേണ്ടിയിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഈ സമയമായ കാരണം നിറച്ചും വണ്ടികൾ വരുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എടുക്കാൻ പറ്റാണ്ട്
ഈ സമയമായി കയറ്റി എടുത്ത് വരുമ്പോൾ പിന്നെന്ന് പറഞ്ഞാൽ ഇത്ര ചെറിയ വഴിയൊക്കെ ആകുമ്പോഴേ ഒരു രക്ഷയില്ല. ഫുൾ 10 വെച്ചിട്ട് നമുക്ക് വലിയ ഹൈവേ കൂടെ ഓടുകയാണെങ്കിൽ ഓക്കെയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഇതിൽ കൂടെ ആകുമ്പോൾ ഒരാൾ കൂടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ കയറ്റാൻ വരുമ്പോൾ ഓട് കയറ്റാനൊക്കെ ആണെങ്കിൽ 2 പേരുണ്ടെങ്കിലാണ് നമുക്കൊരു തൃപ്തിയുള്ളൂ. വേറെ ഒന്നായിട്ടല്ല, ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വഴിക്ക് നമ്മൾ വല്ല സ്കൂട്ടറുകാരോ ബൈക്കുകാരോ വന്നാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കടന്നു പോകാൻ ഗ്യാപ്പോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവും. ബാക്കിൽ മാല പോലെ എല്ലാവരും വരുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ കെട്ടും സാധനങ്ങളൊക്കെ സ്ട്രോങ് ആക്കി കെട്ടി എല്ലാം തീർത്ത് ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. നേരെ അവൻ വിട്ടടിച്ച് മധുര സൈഡിലേക്ക് പോവാണ് കേട്ടോ. തൂത്തുക്കുടി മധുര സൈഡിലേക്കാണ് പോണത്. അപ്പോൾ എന്തായാലും ഞാൻ നേരെ വീട്ടിലേക്കും അവൻ നേരെ അവിടേക്കും. അപ്പോൾ ഓക്കെ.